ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ട്രാവൽ സ്കെച്ചിങ് ആണ് ചെയ്യാൻ പോകുന്നത്. കോഴിക്കോട് പ്രദേശത്തെ കല്ലായി പുഴയുടെ തീരത്തുകൂടി സഞ്ചരിച്ചപ്പോൾ കണ്ട മനോഹരമായൊരു ദൃശ്യം എൻ്റെ ക്യാൻവാസിലേക്ക് പകർത്താൻ ശ്രമിക്കുകയാണ്. ഒരു ഏകദേശം 5:30-6 മണി ടൈം, ഒരു സന്ധ്യാസമയമാണ്, സന്ധ്യയോടടുത്ത സമയം. പുഴയുടെ തീരത്ത് ഒരുപാട് മരങ്ങളൊക്കെ കൂട്ടിയിട്ടത് കാണാം. നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അതിലൂടെ പോയപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ഇന്ന് ക്യാൻവാസിലേക്ക് പകർത്തുന്നത്. ഇതിൽ ദൂരെയുള്ള കുറച്ച് മരങ്ങളും ഒരു വീടുണ്ട്. ഇവിടെ വീടോ ഒരു സ്കൂളോ എന്ന് പറയാൻ പറ്റില്ല, എന്തോ ഒരു ബിൽഡിംഗ് അവിടെ കിടക്കുന്നുണ്ട്. പിന്നെ അടുത്ത് കൂട്ടിയിട്ട മരങ്ങളും കാറ്റ് കൊള്ളാൻ വന്നിരിക്കുന്ന ആൾക്കാരും, ഇതൊക്കെയാണ് ഇന്ന് വരക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കടക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫാബർ കാസ്റ്റലിൻ്റെ വാട്ടർ കളറാണ്. പേപ്പർ ബ്രസ്ട്രോയുടെ 280 GSM-ൻ്റെ റഫ് പേപ്പറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രഷ് ബൊമേഗ ആർട്ടിസ്റ്റ് ബ്രഷാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൽ സന്ധ്യാസമയത്തോട് അടുത്തതായതുകൊണ്ട് കുറച്ച് യെല്ലോവും റെഡും കളറ് സൂര്യന് ചുറ്റും കാണിക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ആദ്യത്തെ വാഷ് വളരെ ലൈറ്റായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ മെയിൻലി ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഇതിൻ്റെ റിഫ്ലക്ഷൻ തന്നെയാണ്. വെള്ളത്തിലോട്ട് വരുമ്പോഴുള്ള റിഫ്ലക്ഷനാണ്. ഞാൻ അകലെയുള്ള മരങ്ങൾ, തെങ്ങും മരങ്ങളൊക്കെ കാണിക്കാൻ വേണ്ടി ആ വീട്ടിൻ്റെ പുറകുവശത്തോടു കൂടി, ആ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്തോടു കൂടി കാണുന്ന ആ ഭാഗങ്ങൾ കുറച്ച് ബ്ലൂയിഷായിട്ട് വരച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ വെള്ളത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ട് അൾട്രാമറൈൻ ബ്ലൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മരങ്ങൾ ആദ്യം ലൈറ്റായിട്ട് വരച്ചെടുക്കുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഡാർക്ക് പോർഷൻസൊക്കെ, ഷാഡോസ് വരുന്ന ഭാഗങ്ങളൊക്കെ വരക്കുന്നത്. നമ്മൾ വാട്ടർ കളർ ചെയ്യുമ്പോൾ തുടക്കക്കാരാണെങ്കിൽ എപ്പോഴും ഇനീഷ്യലി ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്ത് പിന്നെ ഡാർക്കാക്കി കൊണ്ടുവരുന്നതായിരിക്കും നല്ലത്. ആദ്യം തന്നെ ഡാർക്ക് കളറിലേക്ക് പോകരുത്. അത് പിന്നീട് നമുക്കവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ലൈറ്റാണെങ്കിൽ പിന്നെ അത് ഡാർക്കാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പോൾ ലൈറ്റ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ ഞാൻ വാട്ടർ കളർ പഠിച്ച ഒരു 3 ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ലോക്ക്ഡൗണിൽ ആണ് വാട്ടർ കളർ ചെയ്യാൻ പഠിച്ചത്, കുറച്ചുകൂടി നന്നായിട്ട് പഠിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്ന ട്രിക്കുകൾ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒരിക്കലും ബ്ലാക്കും വൈറ്റും കളർ യൂസ് ചെയ്യാതിരിക്കുക. അതായത് അതിൻ്റെ ഭംഗിയെ നഷ്ടപ്പെടുത്തും. വൈറ്റിന് പകരം നമ്മൾ ലൈറ്റായിട്ടുള്ള കളർ ഉപയോഗിക്കുക, അല്ലെങ്കിൽ പേപ്പർ വൈറ്റ് ഉപയോഗിക്കുക. ഡാർക്കിനും ബ്ലാക്ക് ഒരിക്കലും യൂസ് ചെയ്യാതിരിക്കുക. അപ്പോൾ കളർ കൂടുതൽ ഒപ്പാക്കാവാൻ സാധ്യതയുണ്ട്. ഡയറക്റ്റ് ബ്ലാക്കോ അല്ലെങ്കിൽ ഗ്രേയോ യൂസ് ചെയ്യാതിരിക്കാം. ഞാൻ അഡ്വാൻസായിട്ട് അറിയുന്ന ആൾക്കാർക്ക് കുറച്ച് ഗ്രേ ഒക്കെ ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. അത് എവിടെ കൊടുക്കണമെന്ന് കറക്റ്റ് അറിയുന്ന വഴി അത്ര വലിയ പ്രശ്നം വരില്ല. തുടക്കക്കാർക്ക് ഒരിക്കലും ഈ ബ്ലാക്കും ഗ്രേയും കൂടുതൽ യൂസ് ചെയ്യാതിരിക്കുന്നത് നല്ലത് തുടക്കത്തിൽ തന്നെ. അപ്പോൾ അത് ഒരു കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് ഡാർക്ക് സൈഡിലേക്ക് പോവാം. ആ കാര്യം കൂടി ശ്രദ്ധിക്കുക. പിന്നുള്ളത് ഒരു കാര്യം എന്ന് പറയുന്നത് ഡെയിലി പ്രാക്ടീസാണ്. നമ്മൾ പ്രാക്ടീസ് കൂടുതൽ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ ഒരുപാട് എവിടെയൊക്കെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പഠിക്കും. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. ഒരു ഫൈനൽ റിസൾട്ട് ഉദ്ദേശിച്ച് ചെയ്യുന്നതിന് പകരം ഓരോന്നും പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് അത് ചെയ്യാൻ എളുപ്പമായിരിക്കും. അങ്ങനെ പഠിക്കലാണ് നല്ലത്. എന്നാൽ ഞാൻ പ്രാക്ടീസ് ചെയ്ത വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മറ്റുള്ളവരുടെ പെയിൻറ്റിങ് കോപ്പി ചെയ്യാതിരിക്കുക. ഞാൻ തന്നെ എടുത്ത ഫോട്ടോകളോ അല്ലെങ്കിൽ വേറെയുള്ള നല്ല റെഫറൻസ് ഫോട്ടോകളോ നോക്കിയിട്ട് അങ്ങനെ പെയിൻറ്റിങ് ചെയ്യാനാണ് പഠിച്ചിരിക്കുന്നത്. മറ്റുള്ളവരുടെ പെയിൻറ്റിങ് വീഡിയോ കണ്ട് അതേപോലെ കോപ്പി ചെയ്യുന്നതിന് നല്ലത് അവരുടെ ടെക്നിക്ക് പഠിക്കുക. ഇപ്പം നമ്മൾ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഓരോരുത്തർ യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉണ്ടാവും. എല്ലാവരുടെ പെയിൻറ്റിങ്ങും ഒരുപോലെ ആയിരിക്കില്ല.
ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻറ്റ് ടെക്നിക്സ് പല വീഡിയോസിൽ നിന്നും കാണുമ്പോൾ പല ടെക്നിക്കുകൾ പഠിക്കും. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെ സ്വായത്തമാക്കിയതിൻ്റെ ശേഷം നമ്മുടേതായിട്ടുള്ള പെയിൻറ്റിങ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ കുറച്ചുകൂടി നല്ലതായിരിക്കും. അപ്പോൾ നമുക്കതിലൊരു ഗ്രോത്ത് വരും, കുറച്ചുകൂടി നന്നായി പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഈ 3 ടിപ്സാണ് എനിക്ക് ഈ ട്യൂട്ടോറിയലിൽ പറയാനുള്ളത്. ബാക്കി വീഡിയോ കാണുക. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.